അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ജനം ഒരു കാരണവശാലും വളർന്നു വരരുത്, ഉയർന്നു വരരുത്, അവരിപ്പോൾ ഇവരുടെ അടിമകളായി കഴിയണം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലല്ലല്ലോ ഇത്, അങ്ങല്ലയോ? എന്തോ ചെയ്യാനാ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നേ പറയാനുള്ളൂ. കാരണം ആ നാട്ടിലെ അതേ രീതി ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ അവരുടെ അജണ്ട നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കെട്ടിപ്പിടിക്കാനായിട്ട് വരുന്നത്, നിങ്ങൾക്ക് കേക്കുമായിട്ട് വരുന്നത്. കേക്ക് മേടിച്ചു നിന്നും അവരുടെ കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും രണ്ടും രണ്ടാണെന്നുള്ള മറന്നു പോരുത്. അവർ വിഷമാണ് എന്നുള്ള മറന്നു പോരുത്. അവർ കൊണ്ടുതരുന്ന കേക്കുകളും അവർ കൊണ്ടുതരുന്ന ആപ്പിളും ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾക്കുള്ള വിഷമാണ് എന്നുള്ള മറന്നു പോരുത്. നിങ്ങളെ കൂലിക്കെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. അവരുടെ അജണ്ട എന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രം ഫോം ചെയ്യുക എന്നുള്ളതാണ്. സംഘപരിവാർ കുടുംബാംഗങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, അതിന് നിങ്ങൾക്ക് കഴിയുകയില്ല. കാരണം നിങ്ങളുടെയും ഉള്ളിലുള്ള അജണ്ട ക്രൈസ്തവ സമൂഹം എക്കാലവും നിങ്ങൾക്ക് വശംവദരായി ജീവിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി കൊടികൊട്ടി ചില ക്രൈസ്തവര് നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിളിക്കാനുള്ളത് ഒറ്റുകാർ എന്ന് മാത്രമാണ്. ക്രൈസ്തവരെ ഒറ്റിക്കൊടുക്കുന്നതായിട്ടുള്ള സഹോദരങ്ങൾ എന്ന് മാത്രമേ അവരെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. ഏവർക്കും സ്നേഹവന്ദനം. ജൂലൈ 26 ശനിയാഴ്ച ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള 18-നും 19-നും ഇടയിലുള്ള പ്രായമുള്ള 3 യുവതികളോടൊപ്പം പോവുകയായിരുന്ന അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ASMI എന്ന സംഘടനയിലെ 2 കത്തോലിക്ക കന്യാസ്ത്രീകളെയും ഒരു യുവാവിനെയും അറസ്റ്റ് ചെയ്തത് നമ്മളെല്ലാം വളരെ ദുഃഖത്തോടു കൂടിയാണ് അറിഞ്ഞത്. ഭാരതീയ ന്യായ സംഹിത അഥവാ BNS 1968 ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം എന്നിവ പ്രകാരം മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തി നാരായൺപൂർ സ്വദേശിയായ സുക്മാൻ മാണ്ഡവി, അതുപോലെ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നീ 2 കന്യാസ്ത്രീ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത് നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിക്കുകയുണ്ടായി. കന്യാസ്ത്രീകൾ കേരളത്തിൽ നിന്നുള്ളവരാണെന്നുള്ളത് നമുക്കറിയാം. ആഗ്രയിലെ കോൺവെൻറ്റുകളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്കായിട്ട് ഈ യുവതികളെ നിയമിക്കുന്നതിനായിരുന്നു അവരെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് റായ്പൂർ അതിരൂപതയുടെ വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ പുറമറ്റം അച്ഛൻ പറയുകയുണ്ടായി. ഈ സ്ത്രീകൾക്ക് 8,000 മുതൽ 10,000 രൂപ വരെ പ്രതിമാസ ശമ്പളമുള്ള ജോലി അവർ കണ്ടെത്തിയിരുന്നു. ആ ജോലിയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. അവരുടെ മാതാപിതാക്കളുടെ സമ്മതപത്രങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും 18 വയസ്സിന് മുകളിലുള്ള ആളുകളുമായിരുന്നു എന്നും നമ്മുടെ പുറമറ്റം അച്ഛൻ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന യുവതികളോട് പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ് ചോദിച്ചപ്പോൾ ടിക്കറ്റ് സിസ്റ്റേഴ്സിൻ്റെ പക്കലാണ് എന്ന് അവർ പറയുകയുണ്ടായി. ഉടനെ തന്നെ ഈ സംഘത്തെ റെയിൽവേ ടിക്കറ്റ് പരിശോധന ആയിരിക്കുന്ന TT ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള സംഭവം കൂടുതൽ വഷളായി തീരാൻ ഇടയായിത്തീർന്നു. പെൺകുട്ടികളും ഒരു പുരുഷനും കന്യാസ്ത്രീകൾ കാത്തുനിന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറിയപ്പോൾ TT അവരുടെ ടിക്കറ്റുകളെക്കുറിച്ച് ചോദിച്ചു. ഉടനെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയും ആ TT പെട്ടെന്ന് തന്നെ പ്രാദേശിക ബജരംഗ്ദൾ അംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു. എന്താ അറിയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ചില പെൺകുട്ടികളെ മതപരിവർത്തനത്തിനായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള വാർത്തയാണ് അറിയിച്ചത്. അവർ ഇത് കേൾക്കാത്ത പാതി വേഗത്തിൽ തന്നെ അവിടേക്ക് വരികയും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്ന് ഫാദർ പുറം നമ്മളോട് പറയുകയാണ്. റെയിൽവേ പോലീസ് കന്യാസ്ത്രീകളെയും പുരുഷനെയും 3 സ്ത്രീകളെയും കസ്റ്റഡി എടുക്കുകയുണ്ടായി. ബജരംഗ്ദൾ അംഗങ്ങളെ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധം ആരംഭിച്ചു. പ്രഥമ റിപ്പോർട്ട് അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥരെ അവരെ നിർബന്ധിക്കുകയുണ്ടായി. കൂടാതെ ഈ സ്ത്രീകളെ പിന്നീട് സർക്കാർ നടത്തുന്ന ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. അതിനു മുമ്പായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ എല്ലാവരെയും കൊണ്ടുപോയി. അവിടെ ഈ ബജരംഗ്ദളിൻ്റെ ആളുകൾ കയറി ഈ പെൺകുട്ടികളെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന പുരുഷനെയും ഉപദ്രവിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ജ്യോതിക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്ത്രീ, ബജരംഗ്ദളിൻ്റെ ഒരു നേതാവ്, പ്രാദേശിക നേതാവ്, ആ സ്ത്രീ അടിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ യൂട്യൂബിലും മറ്റുമൊക്കെ കാണുകയുണ്ടായി. നമ്മുടെ ചർച്ച ചാനലുകളിലൊക്കെ അത് ചർച്ച ചെയ്യുകയുണ്ടായി. ഒരു കാര്യം നമ്മൾ ഓർക്കണം, എല്ലാവരും പ്രായപൂർത്തിയായവരാണ്. അങ്ങനെയുള്ള അവരുടെ സമൂഹത്തോടും അവരുടെ മാതാപിതാക്കളുടെ സമൂഹത്തോടും കൂടിയാണ് ഈ കന്യാസ്ത്രീകൾ കൊണ്ടുപോകുന്നത്. ഒരു കാര്യം, ഈ നോർത്ത് ഇന്ത്യയിലെ അവസ്ഥകളെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയാവുന്നതുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് നാരായൺപൂരിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രശ്നങ്ങളിൽ നേരടിയായി അവിടെ പോയി പ്രശ്നങ്ങളെല്ലാം കാണുകയും അവിടുത്തെ സർക്കാരിനോട്, അന്നത്തെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാക്കന്മാരോടും ഒക്കെ കൃത്യമായി സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവിടുത്തെ സാഹചര്യങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. ഛത്തീസ്ഗഡിലെ സാഹചര്യങ്ങൾ അറിയാം. അത് ബസ്തർ മേഖലയാണ്. നേരത്തെ മധ്യപ്രദേശിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് അത് സ്വതന്ത്രമായി
സ്വതന്ത്രമായിട്ടുള്ളൊരു സംസ്ഥാനമായി മാറി. ആ സംസ്ഥാനത്തിൽ നാരായൺപൂർ എന്ന് പറയുന്ന ആ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽസാണ്. 90% നിവാസികളും ട്രൈബൽസാണ്. അപ്പോൾ ആ ട്രൈബൽസിൻ്റെ ഇടയിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള മാനവികതയും ഇല്ലാതെ ജീവിച്ച സമയത്താണ് അവിടെ ഈ ക്രിസ്തീയ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചെന്ന് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും നല്ല ആശുപത്രികളൊക്കെ സ്ഥാപിച്ച് ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ഒരു മാനവികതയുടെ അനുഭവത്തിലേക്ക് അവരെ ഉയർത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിനെതിരെയാണ് അവിടെ പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായത്, ചില വർഷങ്ങൾക്ക് മുമ്പുണ്ടായത്. അന്ന് അവിടുത്തെ പ്രശ്നമുണ്ടാക്കിയതായിട്ടുള്ള വ്യക്തിയെ നേരടിയായി ഞങ്ങൾ പോയി കാണുകയും ഡോക്ടർ ബാബു വർഗീസ് അങ്കിള്, ഞാൻ, അതേപോലെ തന്നെ ജിം മാത്യു, ഇങ്ങനെയുള്ള ചില ആളുകൾ, റവറൻഡ് വിജു വർഗീസ്, ഞങ്ങൾ ഇത്രയും പേര് അവിടെ പോയി അവരുമായി നേരിട്ട് സംസാരിക്കുകയും ആ വ്യക്തിക്ക് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകുകയും അവർ ചെയ്തത് തെറ്റാണെന്നുള്ള ബോധം അവർക്കുണ്ടാകുകയും ഇനി ആ വിധത്തിൽ നാരായൺപൂരിൽ സംഭവിക്കുകയില്ലെന്ന് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം നാരായൺപൂർ പ്രദേശത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അവിടെ ഉള്ള ട്രൈബൽ ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ശരിക്കും വസ്ത്രം ധരിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന, അങ്ങനെ അറിയാതിരുന്ന, കാട്ടിനകത്ത് പാർത്തിരുന്നതായിട്ടുള്ള 300ഓളം ഗ്രാമങ്ങളാണ് ആ നാരായൺപൂർ ജില്ലയിലുള്ളത്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ഭയങ്കര വികസനങ്ങളുണ്ടായി. മാത്രമല്ല അവരെല്ലാം കോഴിപ്പോര് നടത്തുന്നവരും മദ്യപാനികളുമായിട്ടുള്ള ആളുകളായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് അവർ അധ്വാനിക്കാൻ തുടങ്ങി, വരുമാനങ്ങളുണ്ടായി, നല്ല ഭവനങ്ങളുണ്ടായി. അവരുടെ മക്കളെയൊക്കെ ക്രിസ്തീയ സ്ഥാപനങ്ങളിലേക്ക് അയച്ച് പഠിപ്പിച്ചു, വിദ്യാസമ്പന്നരായി തീർന്നു. നല്ല ഉയർച്ചകളൊക്കെ അവർക്കുണ്ടായത് അവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് ഓഫീസർമാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ട്രൈബൽസിൻ്റെ പേരിൽ യൂണിയൻ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന തുക, അതൊരു ഭീമമായ തുക തന്നെയാണ്, നമുക്കറിയാമല്ലോ ട്രൈബൽസിന് വരുന്നത്. അതൊന്നും ഈ ട്രൈബൽസിന് മുൻകാലങ്ങളിൽ കിട്ടിയിരുന്നില്ല. എന്നാൽ ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുകയും സംസ്കാരം ഉണ്ടാകുകയും ചെയ്തപ്പോൾ അവർ ചെന്നിട്ട് അവരുടെ പേരിൽ വരുന്ന പണങ്ങളൊക്കെ അവർ ചോദിക്കാൻ തുടങ്ങി. സർക്കാർ ഓഫീസുകളിലൊക്കെ ഇവർ കയറി ചെന്ന്, അവിടെ അയിത്തമൊക്കെ ഉള്ള ഒരു നാടാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങളവിടെ ആ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ അവിടെ അങ്ങനെയുള്ള അവരുടെ പൈസ അവർ ചോദിക്കാൻ തുടങ്ങിയത് മാത്രമല്ല, അവർ അധ്വാനിക്കുന്നതിൻ്റെ കൂലിയും അവർ കൊടുക്കുന്ന സാധനങ്ങളുടെ വിലയും ഒക്കെ ബിസിനസ്സുകാരോടും ചോദിക്കാൻ തുടങ്ങി. മാർവാഡീസും അതുപോലെയുള്ള ആളുകൾ ബീഹാറിൽ നിന്ന് യു.പിയിൽ നിന്നൊക്കെയുള്ള കച്ചവടക്കാരാണ് അവിടെ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് കണക്ക് പറഞ്ഞ് കാശ് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അതുവരെ 1000 രൂപയുടെ സാധനത്തിന് വെറും 50 രൂപയും 100 രൂപയും മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള ആ ബിസിനസ്സുകാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, കാരണം അവർ അതുവരെ കള്ളൊപ്പിട്ട് ഇവരുടെയൊക്കെ പൈസ സ്വന്തം പോക്കറ്റിലാക്കിക്കൊണ്ടിരുന്നവരാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നു. ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായി, ഇവർ ഉന്നത കുലത്തിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള ആ വലിയ ചിന്തകൾ ഇവരെ ഭയപ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ രൂപീകരിച്ചത്. ഇന്നും അടിച്ചതായിട്ടുള്ള സ്ത്രീ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. അവർ പറയുകയാണ് ഛത്തീസ്ഗഡ് ഭാഷയിൽ, അവരോട്, ആ പെൺകുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ പാടത്ത് ഞാറ് നടേണ്ടുന്നവരല്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ ജോലിക്ക് വേണ്ടി പോകുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകുന്നത് എന്തിനാണ്? ആ അയിത്തം, അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ജാതീയത എത്ര ഭീകരമാണെന്ന് ഓർത്തുകൊള്ളണം. നമ്മുടെ ഭാരതം ഡിജിറ്റൽ ഇന്ത്യ ആണെന്നൊക്കെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ലോകത്തിൻ്റെ മുമ്പിലൊക്കെ വിളിച്ചു പറയുമ്പോഴും ഇന്നും ആ ബജരംഗദാൾ പോലെയുള്ള VHPയുടെ യുവജന സംഘമാണ് ബജരംഗദാൾ എന്നുള്ളത് നമുക്കറിയാം. വിശ്വ ഹിന്ദു പരിഷത്ത് നമുക്കറിയാവുന്ന പോലെ ഇവിടെ നമ്മുടെ ശശികല ടീച്ചറൊക്കെ അതിൻ്റെ വലിയ വാക്താക്കളാണല്ലോ. അതേപോലെയുള്ള ഒരുപാട് ടീച്ചർമാരൊക്കെയാണ് ഈ വിധത്തിലുള്ള ഈ മാനവികത ഇല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ശശികല ടീച്ചർ മദർ തെരേസയെ കള്ളി എന്ന് വിളിച്ച ടീച്ചറാണ്. അവരെ ടീച്ചറെ എന്ന് ആരാ വിളിക്കുക എന്നുള്ളതൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ അവരെ ടീച്ചറെ എന്ന് വിളിക്കുകയാണ്. അപ്പം അതേ മനോഭാവം തന്നെയാണ് ഈ ഹിന്ദുത്വവാദികളുടെ മനസ്സിൽ ഇപ്പോഴും കുടികൊണ്ടിരിക്കുന്നത്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ജനം ഒരു കാരണവശാലും വളർന്നു വരരുത്, ഉയർന്നു വരരുത്, അവരിപ്പോൾ ഇവരുടെ അടിമകളായി കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്ന സിസ്റ്റേഴ്സ് ആയിരുന്നാലും ശരി, അച്ഛന്മാരായിരുന്നാലും ശരി, സുവിശേഷ പ്രവർത്തകരായിരുന്നാലും പാസ്റ്റേഴ്സ് ആയിരുന്നാലും അവരെ ഉപദ്രവിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയാണ്. അതറിയാതെ അവർക്ക് വേണ്ടി കുഴലൂതുന്ന ക്രൈസ്തവ നേതാക്കന്മാരിവിടെ ഉണ്ടല്ലോ. അതിനകത്ത് പ്രധാനികളായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതായിട്ടുള്ള ചില ആളുകൾ, ഷോൺ ജോർജിനെ പോലുള്ള ആളുകൾ, അതേപോലെ ഈ മൈനോറിറ്റി മോർച്ചയുടെയൊക്കെ നേതാക്കന്മാർ, എൻ്റെ സ്നേഹിതന്മാർ പലരും ഉണ്ട്. ഈ ഷോണുമൊക്കെ പരിചയക്കാരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ
ഓർത്തോണം. നിങ്ങൾ ഇവർക്ക് വേണ്ടി കുഴലൂതുമ്പോൾ ഇവിടുത്തെ മാനവികതയെ തച്ചടയ്ക്കുന്ന തരത്തിലാണ് ഇവർ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു മാറ്റവും നിങ്ങൾക്ക് വരുത്താൻ കഴിയുകയില്ല. നിങ്ങൾ എത്ര അവർക്ക് വേണ്ടി ഓശാന പാടിയാലും അവർക്ക് വേണ്ടി കുഴലൂതിയാലും അവരുടെ വാല് 12 കൊല്ലം ഒരു സാധനത്തിൻ്റെ വാല് കുഴലിലിട്ട് ആ കുഴലെടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വാലിങ്ങനെ വളഞ്ഞിരിക്കുമെന്ന് പറയുന്ന അതേ സ്വഭാവം തന്നെ ആയിരിക്കും അവർക്ക്. അതിനൊന്നും മാറ്റം വരികയില്ല. കാരണം അവരുടെ അജണ്ട ഹിന്ദുത്വ അജണ്ടയാണ്, ഇവിടുത്തെ ജാതീയത അജണ്ടയാണ് അവരുടെ ഉള്ളിൽ കിടക്കുന്നത്. അത് മാറ്റാൻ പ്രിയ ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങൾ ഇവർക്ക് വോട്ട് കൊടുത്ത് പരിപോഷിപ്പിച്ചുകൊണ്ടൊന്നും നടക്കുകയില്ല എന്നുള്ള ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. എന്നിട്ട് എന്താ സംഭവിച്ചത്? ബഹുമാനരായിട്ടുള്ള നമ്മുടെ കന്യാസ്ത്രീകളെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ 3 സഹോദരിമാരെയും അവരോടൊപ്പം വന്നിട്ടുള്ള പുരുഷനെയും ഓഗസ്റ്റ് 8 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്, ജയിലിലേക്ക് വിട്ടിരിക്കുകയാണ്. എന്നിട്ട് മൈനോറിറ്റി മോർച്ചയുടെ നേതാവിനോട്, കേരളത്തിലെ നേതാക്കന്മാരോട് പലരോടും ഞാൻ സംസാരിച്ചു. അതിൻ്റെ അനുഭാവികളായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ്, എന്തോ ചെയ്യാനാ, നമ്മുടെ നാട്ടിലല്ലല്ലോ, ഇത് അങ്ങല്ലയോ, എന്തോ ചെയ്യാനാ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നേ പറയാനുള്ളൂ. കാരണം ആ നാട്ടിലെ അതേ രീതി ഈ നാട്ടിലേക്കും കൊണ്ടുവരാനായിട്ടാണ് നിങ്ങൾ അവർക്ക് വേണ്ടി കുഴലൂതുകയും അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുകയും ചെയ്യുന്നതെന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സമയം അമാന്തിച്ചിട്ടില്ല. ഇപ്പോഴെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിച്ചേ പറ്റുള്ളൂ. കാരണം ഇവിടെ വന്നിട്ട് പ്രലോഭനങ്ങൾ ഉണ്ടാക്കുകയും അവിടെ പ്രതിലോഭം തീർക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സമൂഹമാണ് ഇവർ എന്നുള്ളത് നിങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാനിത് പറയുന്നത് 1-2 സംഭവങ്ങൾ കൊണ്ടല്ല, നിരവധി സംഭവങ്ങൾ ഈ അടുത്ത സമയത്തുണ്ടായി. UP-യിൽ എൻ്റെ ഒരു സ്നേഹിതൻ വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു സ്കൂളൊക്കെ നടത്തുന്ന വ്യക്തിയാണ്. അവിടെ മുൻപ് ഉണ്ടായിരുന്ന കലക്ടർമാരൊക്കെ വരുമ്പോൾ മിർസാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹത്തെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുമായിരുന്നു ആ കലക്ടർമാർ. കാരണം അത്ര വലിയ പരിവർത്തനമാണ് ആ സമൂഹത്തിൽ, ആ മിർസാപൂർ ജില്ലയിൽ ഈ വിജയകുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലക്കാരനായിട്ടുള്ള ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുടുംബവും നടത്തിക്കൊണ്ടിരുന്നത്. ആ വ്യക്തിയെ അകാരണമായിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ പോലീസ് ചോദ്യം ചെയ്യാനെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ജയിലിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്ര കേസുകൾ. അതിനു മുമ്പ് അവിടുത്തുകാരൻ തന്നെ UP-കാരനായിട്ടുള്ള വിവേക് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു വീട്ടിൽ ബർത്ത്ഡേ പ്രാർത്ഥന നടത്താനായിട്ട് ചെന്നതിൻ്റെ പേരിൽ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ആ മനുഷ്യനെ ഒരുപാട് മർദ്ദിച്ചു പോലീസുകാർ. ഇത് ചെയ്യുന്ന പോലീസുകാരാണ്. മർദ്ദിച്ചിട്ട് പറഞ്ഞത്, ഇത് നീ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുടുംബം JCB വെച്ച് കുളം തോണ്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള ഹീനകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഇതേപോലെ ബജരംഗ് ദൾ എന്ന് വിളിക്കേണ്ടുന്നത്, ഇതേപോലെയുള്ള സംഘപരിവാർ കുടുംബം എന്ന് വിളിക്കേണ്ടുന്നത്. അവരുടെ അജണ്ട നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കെട്ടിപ്പിടിക്കാനായിട്ട് വരുന്നത്, നിങ്ങൾക്ക് കേക്കുമായിട്ട് വരുന്നത്. കേക്ക് മേടിച്ചതൊന്നും കുഴപ്പമൊന്നുമില്ല, കാരണം ഭക്ഷ്യവസ്തുക്കളൊന്നും ദൂരെ കളയണ്ട. പക്ഷേ ഓർത്തുകൊള്ളണം, അവരുടെ കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും 2 2 മറന്നു പോകരുത്. അവർ വിഷമാണ് എന്നുള്ളത് മറന്നു പോകരുത്. അവർ കൊണ്ടുതരുന്ന കേക്കുകളും അവർ കൊണ്ടുതരുന്ന ആപ്പിളും ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾക്കുള്ള വിഷമാണ് എന്നുള്ളത് മറന്നു പോകരുത്. നിങ്ങളെ കൂലിക്കെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. അവരുടെ അജണ്ട എന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രം ഫോം ചെയ്യുക എന്നുള്ളതാണ്. എന്നോട് ചാനലിലെ ഒരു ചങ്ങാതി, ക്രൈസ്തവ ചാനലിലെ ഒരു ചങ്ങാതി അടുത്ത സമയത്ത് പറയുകയുണ്ടായി, അതൊന്നും ഉടനെ സംഭവിക്കുകയല്ല, കുറേ കാലം കഴിഞ്ഞിട്ടല്ലേ സംഭവിക്കുകയുള്ളൂ. കുഴലൂതുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറയുകയുണ്ടായി, കുറേ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അടുത്താണെങ്കിലും അത് സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും അവർ ചെയ്യും. അവർ നോർത്ത് ഇന്ത്യയിലും മറ്റും അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ക്രൈസ്തവൻ്റെ മുതുകത്തിട്ട് അടിക്കുകയും ചെയ്യും, നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മുട്ടുകുത്തുകയും ചെയ്യും. അത് നിങ്ങൾ മറക്കരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട മനസ്സിലാക്കാൻ കഴിയാത്ത ഹീന ജന്മങ്ങളായി നിങ്ങൾ തീരരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട്. ഡൽഹിയിലെ കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ഫാമിലിയിലെ കന്യാസ്ത്രീയായ സിസ്റ്റർ ആശാ പോള് കസ്റ്റഡിയിലെടുത്ത കന്യാസ്ത്രീകളെ കാണാനായിട്ട് ഒരു സഭാപ്രതിനിധികളെയും അനുവദിച്ചില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഈ യുവതികളെയും അവരുടെ മൊഴികൾ മാറ്റാനായിട്ട് നിർബന്ധിച്ചുവെന്ന് വിശ്വസിക്കാൻ അവർക്ക് കാരണമുണ്ടെന്നും പറയുന്നു. അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവരെ കൊണ്ടുപോയി എന്ന് അവകാശപ്പെടാൻ അവരെ നിർബന്ധിച്ചുവെന്നാണ് ഇപ്പോൾ വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം. അവർ പറഞ്ഞു, നിർബന്ധമോ മതപരിവർത്തനമോ ഉണ്ടായിട്ടില്ലെന്ന് തെളിയിക്കുന്ന മാതാപിതാക്കളുടെ സമ്മതപത്രങ്ങൾ, തിരിച്ചറിയൽ രേഖകൾ, കത്തുകളും എന്നിവയുടെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ടെന്ന് സിസ്റ്റർ ആശാ പോള് കൂട്ടിച്ചേർക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിത ആളുകളെ കടത്തൽ, സെക്ഷൻ
143, ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം 1968 സെക്ഷൻ 4 എന്നിവ പ്രകാരമാണ് പോലീസ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിലെ അംഗങ്ങൾ അറസ്റ്റുകളെ ശക്തമായിട്ട് അപലപിക്കുന്നുണ്ടെങ്കിലും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടികളെ അവരുടെ ഗ്രാമം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഞാൻ പോയിട്ടുള്ള ഗ്രാമമാണ്. CSIയിലെ അച്ഛന്മാരാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവരെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നുള്ള പെൺകുട്ടികളാണ്, അവരുടെ കുടുംബങ്ങളടക്കം. അപ്പോൾ അവർ ക്രൈസ്തവ പെൺകുട്ടികൾ തന്നെയാണ്. അപ്പോൾ ആ സമൂഹത്തിലുള്ളവരെ എല്ലാ വിധത്തിലും ഉയർത്തിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവർക്ക് ആത്മീയ പ്രചോദനം കൊടുക്കുന്നവർ, അവരെ ജോലിക്ക് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോലീസ് വന്ന് പീഡിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ഒരൊറ്റ അജണ്ടയുള്ളൂ, ഇവരാരും തന്നെ ഉയരരുത്, ഇവർക്ക് വളർച്ചയുണ്ടാകരുത്, ഇവർ സാമൂഹ്യപരമായിട്ട് സാംസ്കാരികപരമായിട്ടൊന്നും തന്നെ ഉന്നതിയിലേക്ക് വരരുത്, അവർ ഇന്നും അടിമകളായിട്ട് ഇവരുടെ ചെരുപ്പ് കുത്തികളായിട്ട് കഴിയണമെന്നുള്ള ഒരൊറ്റ ചിന്തയാണ്. ആ ചിന്ത ഇന്ന് വർദ്ധിച്ചു വരികയാണ്. വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ആ വിദ്യാഭ്യാസമൊന്നും ഇവരുടെ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ക്രൈസ്തവ പ്രവർത്തകരെയും സന്യസ്തരെയും കെട്ടിച്ചമച്ച കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലും നമുക്കറിയാവുന്ന പോലെ ഛത്തീസ്ഗഡിൽ മാത്രമല്ല മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഒക്കെ അത് വർദ്ധിച്ചു വരികയാണ്. കാരണം അവരുടെ ഉള്ളിൽ ശത്രുത വർദ്ധിപ്പിക്കുകയാണ്. അവരുടെ അജണ്ട നമുക്കറിയാം. 3 കൂട്ടരാണ് അവരുടെ ശത്രുക്കൾ. ഹിന്ദുത്വ അജണ്ടയിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന 3 ശത്രുക്കളാണ്, പൊതുശത്രുക്കളാണ് അവർക്കുള്ളത്. അതിൽ ഒരു കൂട്ടമാണ് ക്രൈസ്തവർ. അതവരുടെ 2ാമത്തെ പട്ടികയിൽ കിടക്കുന്ന കൂട്ടമാണ്. 1ാമത്തെ കൂട്ടം മുസ്ലിംസാണ്. അപ്പോൾ അവരെ ആക്രമിക്കുമ്പോൾ അവർ സംഘടിതമായി തന്നെ ചെറുക്കും, കായികമായി തന്നെ അത് ചെറുക്കാൻ അവർക്ക് ശേഷിയുണ്ട്. പക്ഷേ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അടിക്കടിയല്ല, അടിക്ക് പ്രാർത്ഥനയാണ് അവൻ്റെ മാർഗം. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗീയ കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയല്ല, മറിച്ച് നിങ്ങൾ എന്തിനാണിത് ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഇവിടുത്തെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ, ഭാരതത്തിലുള്ള നല്ല ശതമാനം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഇതിനെ അപലപിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ തെറ്റാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഇന്നലെ ഈ വിഷയം സംഭവിച്ച ഉടനെ തന്നെ BJP നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകളുടെ നിശബ്ദതയോ പങ്കാളിത്തമോ അത്തരം ഗ്രൂപ്പുകളെ ധൈര്യപ്പെടുത്തുന്നു എന്ന് ACC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിക്ക് എഴുതുകയുണ്ടായി. മാത്രമല്ല ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിക്കും വളരെ കർക്കശമായി തന്നെ അദ്ദേഹം ഒരു കത്തെഴുതുകയുണ്ടായി, കർശന നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. സ്വയം പ്രഖ്യാപിത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വർഗീയ സംഘർഷം സൃഷ്ടിക്കാനും നിയമപരമായ അടിസ്ഥാനമില്ലാതെ മതപരിവർത്തനം, മനുഷ്യക്കടത്ത് തുടങ്ങിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നത് അങ്ങേയറ്റം അസ്വസ്ഥത ഉളവാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തമായ രേഖകളും മാതാപിതാക്കളുടെ സമ്മതവും ഉണ്ടായിരുന്നിട്ടും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി കന്യാസ്ത്രീകളെയും കൂടെയുള്ളവരെയും കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ അധികാരികൾ തീരുമാനിച്ചിരിക്കുന്നു. നീതി ഇല്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് അദ്ദേഹത്തിൻ്റെ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അല്ലെങ്കിൽ UCF സമാഹരിച്ച ഡാറ്റ പ്രകാരം ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ 2014 127 കേസുകളിൽ നിന്ന് 2024 ആയപ്പോഴത്തേക്കും അത് 834 വർദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിനെതിരായ ഒരു വ്യവസ്ഥാപിതവും വർദ്ധിച്ചു വരുന്നതുമായിട്ടുള്ള ഭീഷണി പ്രചരണമായിട്ട് പലരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കാണുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, കേരളത്തിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഇന്ത്യയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവർക്ക് നേരെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ പോയിരിക്കുന്ന സന്യസ്തരായിട്ടുള്ള ആളുകളാണല്ലോ നമ്മുടെ സിസ്റ്റേഴ്സും അച്ഛന്മാരും പാസ്റ്റേഴ്സും ഒക്കെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നേരെ വരുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങൾക്കെതിരെ സംസാരിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? ഇവിടുത്തെ BJP നേതാക്കന്മാരോടും സംഘപരിവാർ കുടുംബാംഗങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് കഴിയുകയില്ല. കാരണം നിങ്ങളുടെയും ഉള്ളിലുള്ള അജണ്ട ക്രൈസ്തവ സമൂഹം എക്കാലവും നിങ്ങൾക്ക് വശംവദരായി ജീവിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കൊടികൊട്ടി ചില ക്രൈസ്തവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിളിക്കാനുള്ളത് ഒറ്റുകാർ എന്ന് മാത്രമാണ്. ക്രൈസ്തവരെ ഒറ്റിക്കൊടുക്കുന്നതായിട്ടുള്ള സഹോദരങ്ങൾ എന്ന് മാത്രമേ അവരെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു താക്കീതും കൂടിയാണ്. സ്വർഗീയ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞങ്ങൾക്ക് അടിക്കടിയല്ല ഞങ്ങളുടെ മാർഗം, മറിച്ച് ഒരു കവിളടിക്കുമ്പോൾ
കവിളും ഞങ്ങൾ വീഴാതെ വണ്ണം നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കാണിച്ചു തരും. എന്തിനാണെന്നറിയണ്ടേ? ഞങ്ങൾ ജീവിക്കുന്നവനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതും പ്രതികാരം കർത്താവിനുള്ളതാണെന്നുള്ളതും നിങ്ങൾക്ക് ബോധ്യമാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ അച്ഛന്മാരെയും പാസ്റ്റേഴ്സിനെയും സുവിശേഷ പ്രവർത്തകരെയും ക്രിസ്തീയ പ്രവർത്തകരെയും നിങ്ങൾ വെറുതെ വിടുക. അവർ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണെന്നുള്ളത് നിങ്ങളോട് ഒരിക്കലൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.